السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. ما بعد فإني أوصيكم وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وتعاونوا على البر والتقوى ولا تعاونوا على الإثم والعدوان. صدق الله مولانا العلي. ബഹുമാനാദരവുള്ള പ്രവാസി സംഘത്തിൻ്റെ പ്രസിഡന്റ് കൂടിയായ സമസ്ത കേന്ദ്ര മുഷാവറംഗം, ഈ സംഗമത്തിൻ്റെ അധ്യക്ഷൻ PK ഹംസകുട്ടി മുസ്ലിയാർ, വന്ദ്യരായ കോഴിക്കോട് ഖാദി സയ്യിദ് മുഹമ്മദ് വയാജുദ്ദീൻ തങ്ങൾ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കേന്ദ്ര സെക്രട്ടറിയും കേന്ദ്ര ട്രഷററും, ഈ സംവിധാനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട PP ഉമർ മുസ്ലിയാർ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കേന്ദ്ര സെക്രട്ടറി K ഉമർ ഫൈസി മുക്കം, മറ്റ് ഈ സംഗമത്തിൻ്റെ അതിൻ്റെ എല്ലാമായ പ്രവാസി സംഘടനയുടെ സെക്രട്ടറി കൂടിയായ ഇസ്മായിൽ കുഞ്ഞു ഹാജി സാഹിബ് മന്നാർ, ബഹുമാനപ്പെട്ട ഹംസ ഹാജി മൂന്നിയൂർ അടക്കമുള്ള തങ്ങളടക്കമുള്ള മറ്റ് നേതാക്കന്മാർ, സമസ്ത മാനേജർ മൊയ്ൻകുട്ടി മാസ്റ്റർ, മറ്റ് വേദിയിൽ പുരുഷായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും അതിൻ്റെ പോഷക സംഘടനകളുടെയും വിശിഷ്യ പ്രവാസി സെല്ലിൻ്റെ നേതാക്കന്മാരാവുന്ന പണ്ഡിതന്മാർ, സാദാത്തുക്കൾ, മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങൾ, ഈ മഹത്താവുന്ന സദസ്സിൽ ഇവിടെ ഒരുമിച്ച് കൂടിയ സംഘടനയുടെ ഭാരവാഹികൾ, മറ്റ് പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ, ബഹുമാനമുള്ളവരെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷികത്തിനോടനുബന്ധിച്ച് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 14ഓളം വരുന്ന പോഷക സംഘടനകൾ, ആ സംഘടനകൾക്കുള്ളോട് ബന്ധപ്പെട്ട മറ്റ് ഉപസംഘടനകളൊക്കെ പല വ്യത്യസ്തമാവുന്ന പദ്ധതികളും സംരംഭങ്ങളുമായിട്ട് അവർ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. പലതും പ്രഖ്യാപിക്കപ്പെട്ടു, പലതും പ്രഖ്യാപിക്കപ്പെടാൻ പോവുകയാണ്. ഈ സന്ദർഭത്തിൽ നമുക്ക് വളരെയധികം സന്തോഷകരമായ ഒന്നാണ്, ജീവനോപാധി എന്നുള്ള പേരിൽ പ്രവാസി സെല്ല് വിതരണം ചെയ്യുന്ന ഈ 100ഓളം മെഷീനുകൾ പല ജില്ലകളിലേക്കും ആ ജില്ലകളിലെ തോതനുസരിച്ച് നിശ്ചയിച്ചുകൊണ്ട് അത് വിതരണം ചെയ്യപ്പെടുകയാണ്. അതിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് ഇവിടുന്ന് മഹാന്മാരാവുന്ന സാദാത്തുക്കളും പണ്ഡിതന്മാരൊക്കെ മറ്റ് പ്രമുഖ ഇതിനോട് ബന്ധപ്പെട്ട വ്യക്തികളൊക്കെ കൂടി നിർവഹിച്ചത്. ബഹുമാനമുള്ളവരെ, ഇത് നൽകിയ ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് പറയരുതെന്നാണ് ബഹുമാനപ്പെട്ട ഹംസകുട്ടി മുസ്ലിയാരോട് പറഞ്ഞത്.
അതുകൊണ്ടാണ് അംസോട്ടി മുസ്ലിയാരും അത് അങ്ങനെ സൂചിപ്പിച്ചത്, നൽകിയ ഒരു വ്യക്തിനെ മാത്രം. അത് ചില ആളുകളൊക്കെ അങ്ങനെയായിരിക്കും, അവർക്ക് വല്ല നന്മകൾ ചെയ്യുമ്പോൾ അവർ മുഖേനയാണത് ഉണ്ടായിരുന്നുള്ളത് അറിയിക്കുമ്പോൾ ചിലപ്പോൾ അവരുടെ ആത്മീയ ആ ജീവിതത്തിൽ അല്ലെങ്കിൽ അതിന് ഫോർമുല ഏൽക്കുന്നതായ അല്ലെങ്കിൽ ഈ കൊടുക്കപ്പെടുന്ന ഈ ഈ ഹദിയ അതുകൊണ്ടുള്ള സവാബ് ലഭിക്കപ്പെടാതിരിക്കാണ്ട വല്ല സ്വഭാവങ്ങളോ അല്ലെങ്കിൽ വല്ല വിചാരങ്ങളൊക്കെ മനസ്സിൽ വരാം. നമുക്കൊക്കെ സാധാരണ ഉണ്ടാവുന്നതാണ്. അപ്പം അങ്ങനെ വല്ല വിചാരങ്ങൾ നമ്മളെ മനസ്സിലുണ്ടായാൽ അപ്പോൾ ചിലപ്പോൾ ഇത് സ്വീകരിക്കപ്പെടില്ല, ചിലപ്പോൾ സ്വീകരിക്കപ്പെട്ടാൽ തന്നെ ഒരു 100% അതിൻ്റെ പ്രതിഫലം ലഭിക്കപ്പെട്ടോളണമെന്നില്ല. അപ്പോൾ ചില ആളുകൾ അത് വളരെ മനസ്സിലാക്കിക്കൊണ്ടിട്ട്, ആളെ പേര് പറയണ്ട, അപ്പോൾ വലിയൊരു സംഖ്യയാണ് അദ്ദേഹം ഇതിനു വേണ്ടി ചിലവഴിച്ചത്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യാം. അദ്ദേഹത്തിനും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച നമ്മുടെ മഹാന്മാരാവുന്ന നേതാക്കന്മാർ, പണ്ഡിതന്മാർ, സദാത്തുക്കൾ, മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങളൊക്കെ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോടും നമ്മളോടൊക്കെ ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും ധാരാളം ഖൈറും ബർക്കത്തും ചൊരിഞ്ഞിരട്ടെ. എല്ലാവിധ ശർറുകളിൽ നിന്ന് അവർ നമ്മളെയൊക്കെ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. വിശുദ്ധമായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖീദകൾ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ കർമ്മങ്ങളനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ട് വിശുദ്ധമായ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് ഖിദ്മത്ത് ചെയ്യാൻ, അതിൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ പങ്കാളികളാവാനും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മളാ ഖിദ്മകളെയും നമ്മളാ പങ്കാളിത്തങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യട്ടെ. അതൊക്കെ ഒരു സാലിഹായ അമലായും കൊണ്ട് ആക്കി തീർക്കാൻ നമ്മൾ ശ്രമിക്കണം. അതാണ് പറഞ്ഞത്, നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും അതിന് അടിസ്ഥാനപരമായി നമുക്ക് ഉണ്ടാവേണ്ടത് നല്ല നിയ്യത്താണ്, ഇഖ്ലാസാണ്. ഇഖ്ലാസ് നിയ്യത്ത് ഇല്ലാതെ നിലക്ക് പ്രവർത്തിച്ചു പോയാൽ ആ പ്രവർത്തനം അത് കബൂൽ ചെയ്യപ്പെടില്ല. പിന്നെ അതുകൊണ്ടാണ് മഹാന്മാരൊക്കെ ഏത് പ്രവർത്തിക്കും അടിസ്ഥാനപരമായി അവർ കണ്ടത് നല്ല നിയ്യത്ത്, നല്ല ഇഖ്ലാസ്. അപ്പോൾ ഇഖ്ലാസ് അത് ഒരു പ്രത്യേകമാവുന്ന നമ്മുടെ ജീവിതത്തിൽ ഓരോ മേഖലയിലും നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ശ്രദ്ധിക്കപ്പെടേണ്ടതായ ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലാൻ്റെ വിശുദ്ധമാവുന്ന ആ വജ്ഹിനെ മാത്രം ഉദ്ദേശിച്ച് ഏത് പ്രവർത്തികളും നമ്മൾ അർപ്പിക്കണം. അപ്പോൾ അതല്ലാത്ത നിലക്ക് അൽഅഅ്മാലു സുവറുൻ ഖായിമ വറൂഉഹ അൽ ഇഖ്ലാസ് എന്ന എല്ലാ പ്രവർത്തനങ്ങളെപ്പറ്റി പരിശോധിച്ച് നോക്കിയാൽ ആ പ്രവർത്തനങ്ങൾ അത് കാണപ്പെടുന്ന ചില രൂപങ്ങളായിരിക്കും. നമ്മൾ നിസ്കരിക്കണം, അത് എന്തോ ചില സംഗതികൾ നിർവഹിക്കപ്പെടുന്നു. അങ്ങനെ ഏത് സംഗതികളെടുത്ത് പരിശോധിച്ച് നോക്കിയാലും അതൊക്കെ അതിന് ബാഹ്യമാവുന്ന ചില രൂപങ്ങളും ചില സ്വഭാവങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അത് സ്വീകരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ റൂഹ അൽ ഇഖ്ലാസ് എന്ന അതിൻ്റെ ആത്മാവ് അത് ഇഖ്ലാസാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലാൻ്റെ മാത്രം വജ്ഹിനെ ഉദ്ദേശിച്ചു കൊണ്ടിട്ട് ഏത് നന്മകൾ നമ്മൾ ചെയ്യുകയാണെങ്കിലും ആ നിലയ്ക്ക് ചെയ്യണം. നമ്മൾ ചെയ്യണ ഏത് കാര്യങ്ങളും അത് അല്ലാഹു സ്വീകരിക്കുന്നതായ ഒരു സാലിഹായ അമലാക്കി തീർക്കാൻ ആവശ്യമാവുന്ന നിലക്കാവണം നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടുത്തെ ഇരുത്തം ഇതൊരു സാലിഹായ അമലാക്കി തീർക്കാൻ നമുക്ക്, ഇവിടുത്തെ ഈ പങ്കാളിത്തം ഇതൊക്കെ സാലിഹായ അമലുകളാക്കി തീർക്കാൻ സാധിക്കും. പക്ഷേ അത് സാലിഹായ അമലാക്കി തീർക്കാൻ പറ്റുന്ന നിലക്കുള്ള അടിസ്ഥാനപരമായി വേണ്ട കാര്യങ്ങൾ അത് ഈമാനിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടണം. അങ്ങനെയാണ് ഏത് നന്മകളും ഈമാനിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടണം. ഹുബ്ബുൽ അൻസാർ മിനൽ ഈമാൻ, അൻസാറുകളോടുള്ള മഹബത്ത് ഈമാനിൽ നിന്നുണ്ടായിത്തീരണം എന്നാണ്. മഹബത്ത് പലർക്കും പല നിലക്കും ഉണ്ടായിട്ടുണ്ടാവാം.
ആ മദീനത്ത് ചെല്ലുമ്പോൾ അൻസാറുകൾ വലിയ തോട്ടമുള്ള ആളുകളാണ്. അവരുടെ തോട്ടത്തിൽ നിന്ന് ചിലപ്പോൾ ഒരു പങ്ക് നമുക്ക് കിട്ടും. അതല്ലെങ്കിൽ അവർക്ക് സുന്ദരികളാവുന്ന മക്കളുണ്ട്, മകളെ കല്യാണം ചെയ്യുക. ചില അൻസാറുകൾ 2 ഭാര്യമാരൊക്കെ ഉള്ളവർ അവരെ ഭാര്യമാരെ തൊലാക്ക് ചൊല്ലി പലർക്കും കല്യാണം ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പം ആ നിലക്കുള്ള വല്ല കാര്യങ്ങൾ ഉദ്ദേശിച്ചിട്ടാണെങ്കിൽ ആ അൻസാറുകളെ നമ്മൾ സ്നേഹിച്ചാൽ ആ സ്നേഹം അത് അൻസാറുകളോടുള്ള മഹബത്തായിട്ട് എണ്ണപ്പെടില്ല. കാരണം ആ സ്നേഹം ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഉഹബ്ബുൽ അൻസാർ മിനൽ ഈമാൻ, അൻസാറുകളോടുള്ളതായ ആ മഹബത്ത് അത് ഈമാനിൽ നിന്നുണ്ടായിത്തീരണമെന്ന്. ഈമാനിൽ നിന്നുണ്ടായിത്തീരുമ്പോൾ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈമാനിൽ നിന്നൊരു പ്രവൃത്തി ഉണ്ടായിത്തീരുമ്പോൾ നിയ്യത്ത് നന്നാവും. ഈമാനിൽ നിന്നുണ്ടായിത്തീരുമ്പോൾ ഇഖ്ലാസ് ഉണ്ടാവും. അപ്പോൾ ഈമാനിൽ നിന്ന് നമ്മളെ പ്രവർത്തനങ്ങളെ മുഴുവൻ ഉൽപ്പാദിപ്പിക്കേണ്ടത് നമ്മളെ ഈമാനിൽ നിന്നാവണം. ആ നിലക്ക് പ്രവർത്തനങ്ങളെ ഈമാനിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടാൻ പറ്റുന്ന നിലക്ക് ഈമാനിനെ നമ്മൾ എന്താക്കണം, ശക്തിപ്പെടുത്തണം. അതാണ് ഈമാൻ. അത് യസീദു യൻഖുസ്ന, അത് വളരും ചെയ്യും ചുരുങ്ങും ചെയ്യും എന്നുള്ളതാണ് മുഹഖഖീങ്ങളാവുന്ന അയിമ്മത്തിൻ്റെ പക്ഷം. മഹാനാവുന്ന ഇമാം ബുഖാരി തങ്ങൾ തന്നെ അവരെ കിതാബിൽ പരിശോധിച്ച് നോക്കിയാൽ കിതാബുൽ ഈമാൻ എന്നൊരു അധ്യായം കൂടുന്നു. അവർ ഈമാൻ അത് വർദ്ധിക്കും, ഈമാൻ അത് ചുരുങ്ങും ചെയ്യും എന്നതിനെ സ്ഥിരപ്പെടുത്താൻ വളരെയധികം അത് ലക്ഷ്യങ്ങൾ ഉദ്ധരിച്ചു കൊണ്ടിട്ട് അവരെ കിതാബിൽ സമർത്ഥിച്ചിരിക്കുകയാണ്. അതുതന്നെയാണ് മഹാന്മാരാവുന്ന മുഹഖഖീങ്ങളാവുന്ന അയിമ്മത്തിൻ്റെ പക്ഷം. ഇമാം ഷാഫിഈ തങ്ങൾക്കൊക്കെ ഉള്ള അഭിപ്രായം അതാണ്. അപ്പോൾ നമ്മളെ ഈമാനിനെ വളർത്തണം. ഏത് നന്മകൾ ചെയ്യുമ്പോഴും അത് ഈമാൻ വളരാൻ പറ്റുന്ന നിലക്കുള്ള പ്രവർത്തനങ്ങളാവണം നമ്മൾ ചെയ്യേണ്ടത്. ഈമാൻ അത് സാധാരണ ഒരു ഹൃദയത്തിൽ വരുന്ന ഒരു സംഗതിയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി അതിന് തിരഞ്ഞെടുക്കപ്പെട്ട ഹൃദയത്തിൽ ഈമാൻ ഉണ്ടാവും. അതാണ് നമുക്കൊക്കെ ഒരു അള്ളാഹുവിനോട് നമ്മൾ ശുക്ർ ചെയ്യണം, എപ്പോഴും ശുക്ർ ചെയ്യണം. കാരണം അള്ളാഹു നമ്മളെ ഹൃദയത്തിൽ ഈമാൻ ഇറക്കി തന്നിട്ട് ഇനി ആ ഈമാനിനെ വളർത്താൻ ആവശ്യമാവുന്ന നന്മകൾ നമ്മളിൽ നിന്നുണ്ടാവണം. അപ്പം ഏത് നന്മകൾ ചെയ്യുമ്പോഴും അത് ഭൗതികമാവുന്ന എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയോ പേരിന് വേണ്ടിയോ ഒന്നും ആവരുത്. അങ്ങനെയാണ് ഈ സുഹൃത്ത് ഇവിടെ ചെയ്തിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ബിസിനസ്സിനോടും മറ്റു പലതിനോടും ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അതിനു വേണ്ടിയൊക്കെ ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മേഖലയിലും അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. എല്ലാ ഷർറുകളിൽ നിന്ന്, എല്ലാ പ്രയാസങ്ങളിൽ നിന്നൊക്കെ മൂപ്പരുടെ സ്ഥാപനങ്ങളൊക്കെ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആഖിബത്ത് നന്നാക്കി കൊടുക്കട്ടെ. സുഖത്തിൽ മഹാന്മാരോട് കൂടി അല്ലാഹു ഒരുമിച്ച് കൂടി തരട്ടെ. അപ്പോൾ ഇതുപോലുള്ള സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിൻ്റെ ഭരണഘടനയിൽ തന്നെ രേഖപ്പെടുത്തപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രത്യേകമായി ആദർശത്തിനെ പറ്റി പറഞ്ഞ് അത് മറ്റൊരു കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ആദർശം ഏറ്റവും വലുതാണെന്ന് പറയുന്നത്. കാരണം ആദർശം ഇല്ലെങ്കിൽ പിന്നെ ഇവിടെ ഒന്നും ആദർശം ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ സുന്നത്ത് ജമാഅത്ത് ഇവിടെ നിലനിൽക്കില്ല. അപ്പോൾ ആദർശം ഒരു പ്രധാനപ്പെട്ട സംഗതി തന്നെയാണ്. അതിൻ്റെ പുറമെ ഭരണഘടനയിൽ പലതും പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞിൽപ്പെട്ട ഒന്നാണ് വിദ്യാഭ്യാസം. എല്ലാ നിലക്കുള്ള മനുഷ്യോൽപ്പത്തി മുതൽ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് നൽകിയ ഒന്നാണ് അറിവ് എന്നുള്ളത്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനിക്ക് വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ എന്നാണ്. എല്ലാ വിവരങ്ങളും എല്ലാ ടെക്നോളജികളും ഒക്കെ ആദം നബിക്ക് പഠിപ്പിച്ചു കൊടുത്തതാണ്. അതെങ്ങനെ പഠിച്ചു എന്ന് പറഞ്ഞാൽ അത് ആത്മാവിനെ ശുദ്ധീകരിക്കപ്പെടുമ്പോൾ ആ ആത്മാവിനിക്ക് ലോകത്തുള്ള എല്ലാ വിവരങ്ങളെ പഠിക്കാനും എല്ലാ നിലക്കുള്ള ടെക്നോളജികളും മറ്റൊക്കെ മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും ഒക്കെ കഴിയും. അതാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് ശുദ്ധീകരിച്ചു. അത് നുബുവത്ത് നൽകപ്പെടുമ്പോൾ അങ്ങനെയാണ്. മൻ കൂശിഫ ബി ഹഖായിഖിൽ അശിയാ എന്നാണ്. ഒരാൾക്ക് നുബുവത്ത് നൽകപ്പെട്ടാൽ അദ്ദേഹത്തിലേക്ക് നൽകപ്പെടുന്നത് എല്ലാ ലോകത്തുണ്ടാവുന്ന എല്ലാ വസ്തുക്കൾക്കുള്ള അതിനെ പറ്റിയുള്ള പൂർണ്ണമായ പഠനം കൊണ്ടുള്ള വിവരമാണ് നൽകപ്പെടുന്നത്. അത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനിക്ക് നൽകപ്പെട്ടു. അപ്പം ആ നിലക്ക് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനിക്ക് ഈ നിലക്കുള്ള അറിവുകൾ പഠിക്കൽ അത് വളരെ എളുപ്പമായി തോന്നും. അതാണ് ആത്മാവ് ശുദ്ധീകരിക്കപ്പെട്ടപ്പോൾ ആ ആത്മാവിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല
ഈ അറിവുകളെ പകർന്നു കൊടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഹ്യ് സ്വീകരിച്ചതുപോലെ ബാഹ്യമായ അവയവങ്ങളെ കൊണ്ടല്ല റസൂലുള്ള വഹ്യ് സ്വീകരിച്ചത്. അത് ഇമാം ബുഖാരിൻ്റെ ആദ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുക. അത് അവർ ആത്മാവിനെ ശുദ്ധീകരിച്ച് ആ ആത്മാവ് അതിൻ്റെ ഉന്നതിയിലേക്ക് എത്തിയപ്പോഴാണ് വഹ്യിനെ സ്വീകരിച്ചത്. അപ്പോൾ ഏതായാലും ആത്മാവിനെ ശുദ്ധീകരിക്കപ്പെട്ടാൽ ആ ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ അറിവുകൾ അത് സമ്പാദിക്കുക എന്നുള്ളതൊരു പ്രയാസമല്ല. അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത് തുവിയത്തിലില്ലാറുള്ളൂ കുല്ലുഹ അല്ലെങ്കിൽ സുവിയത്തിലില്ലാറുള്ളൂ കുല്ലുഹ. ലോകം മുഴുവനും ഒരു കൊടക്കയിൽ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നതുപോലെ ആ നിലക്ക് എനിക്ക് ചുരുട്ടി എനിക്ക് ലഭിക്കപ്പെട്ടു. അതിനെ മനസ്സിലാക്കാനുള്ള എൻ്റെ കയ്യിൻ്റെ അടിയിലുള്ളത് പോലെയാണ് ഈ ലോകം എന്നുള്ളത്. ആ നിലക്ക് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുള്ള എല്ലാ വിവരങ്ങളെയും എനിക്ക് ആവശ്യമുള്ള സമയത്ത് മനസ്സിലാക്കണമെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അത് ഈമാനിനെ വളർത്തിയെടുത്തതുകൊണ്ടാണ്. അപ്പോൾ ഈമാനിനെ നമ്മൾ വളർത്തിയെടുക്കണം. അപ്പോൾ മനുഷ്യോൽപ്പത്തി മുതൽ തന്നെ മനുഷ്യരുമായി കൊണ്ട് ഒരു അഭേദ്യ ബന്ധമാണ് അറിവിനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഭരണഘടനയിൽ ആത്മീയമാവുന്ന വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ ഭൗതികമാവുന്ന ശരീഅത്ത് എതിർക്കാത്ത ഏതെല്ലാം വിദ്യാഭ്യാസങ്ങളുണ്ടോ ആ വിദ്യാഭ്യാസങ്ങളും കൂടി സമന്വയിപ്പിച്ചു. ഇത് മുമ്പ് എഴുതി വെച്ചതാണ്. അപ്പോൾ ഈ സമന്വയ വിദ്യാഭ്യാസം അവിടെ വരുന്നതിൻ്റെ മുമ്പ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകരിക്കപ്പെട്ടപ്പോൾ അന്നുണ്ടായിരുന്ന മഹാന്മാരാവുന്ന ഉസ്താദന്മാർ അവർ ദീർഘദൃഷ്ടിയുള്ള ആളുകളായിരുന്നു, വലിയ മഹാന്മാരായിരുന്നു. ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ പഴയ കാലത്ത് മദ്രസയിൽ പഠിപ്പിക്കണ മൊല്ലാന്മാർ, അവർ വലിയ മഹാന്മാരാണ്. അവർക്ക് ഇതുവരെക്കുള്ള ട്രെയിനിങ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, ഒന്നിൻ്റെ ആവശ്യമില്ല. അവർ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെന്ന് വിശേഷിപ്പിക്കപ്പെടാൻ പറ്റിയവരായിരുന്നു. അപ്പോൾ അവർക്ക് ട്രെയിനിങ്ങും കാര്യമൊന്നും ഇല്ലാതെ തന്നെ കുട്ടികളെ കുറഞ്ഞ സമയം കൊണ്ട് പലതും പഠിപ്പിക്കാൻ കഴിഞ്ഞു. അതൊക്കെ നമ്മളെ ഹൃദയത്തിൽ അന്ന് പഠിപ്പിച്ചു തന്നത് നമ്മളൊക്കെ ഹൃദയത്തിൽ അത് എന്താണ് ഇന്നും നിലനിൽക്കുകയാണ്. ഇന്നങ്ങനെയല്ല. ഇന്ന് നമുക്ക് ഉസ്താദന്മാർക്ക് ട്രെയിനിങ് കൊടുക്കേണ്ടി വന്നു. കാരണം അവരുപയോഗിച്ച നിലക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ ഇവർക്ക് കഴിയില്ല. അപ്പോൾ ട്രെയിനിങ് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ശരീഅത്ത് എതിർക്കാത്ത ഏതെല്ലാം സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടോ ആ സംവിധാനങ്ങളൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താം. നമുക്കിവിടെ കറണ്ട് ഉപയോഗപ്പെടുത്താം, ഏറ്റവും സ്പീഡിൽ പോണ വാഹനം ഉപയോഗപ്പെടുത്താം. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് അതൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് യാതൊരു കുഴപ്പമില്ല. അധ്യാപന രംഗത്തിലും അത് ഉപയോഗം, അധ്യാപന അതിൻ്റെ മാർഗം ആ നിലക്ക് പുതിയ ടെക്നോളജികളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്താം. ഇതിനൊന്നും സമസ്ത എതിരല്ല. അതുകൊണ്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഭരണഘടനയിൽ തന്നെ വിദ്യാഭ്യാസത്തിനെ സംബന്ധിച്ചും സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്നതുപോലെ പ്രധാനമായ ഒരു കാര്യമാണ് ഇതുപോലുള്ളതായ ചാരിറ്റി സംവിധാനങ്ങൾ എന്ന് പറഞ്ഞത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഹ്യ് ലഭിക്കപ്പെടുന്നതിൻ്റെ മുമ്പ് തന്നെ, അതായത് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഓർ ഹിറയിൽ വന്ന് റസൂലുള്ളാഹിക്ക് ഖുർആൻ്റെ ആ സൂക്തങ്ങൾ അത് ഓതിക്കൊടുക്കുന്നതിന് മുമ്പ് തന്നെ വഹ്യ് ലഭിക്കപ്പെടാറുണ്ടായിരുന്നു. അത് മറ്റൊരു രൂപത്തിലായിരുന്നു. അതിന് മുമ്പ് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ നന്മകൾക്കൊക്കെ മുൻഗണന കൊടുത്ത് ചെയ്തീന ഒരു ആളായിരുന്നു. അതുകൊണ്ടാണ് വഹ്യ് ലഭിക്കപ്പെട്ടു. ചെറിയ നിലക്കുള്ള എന്തോ ഒരു ഭയം എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ അത് മറ്റെന്തോ ആവട്ടെ, ഞാനതിൻ്റെ ഒരു വിശദീകരണം ഈ അവസരത്തിൽ നൽകില്ല. അങ്ങനെ റസൂലുള്ള വീട്ടിൽ വന്ന് ഖദീജ റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു ഈ സംഭവങ്ങളൊക്കെ. അപ്പോൾ ഖദീജ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞൊരു വാക്കാണ് ലൻ യുഖ്സികല്ലാഹു അബദാൻ. നബിയെ തങ്ങൾക്ക് ഒരു നിലക്കുള്ള പ്രയാസവും ഒരു കാലത്തും ഉണ്ടാവില്ല എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. പ്രയാസം ഉണ്ടാവില്ല എന്നല്ല മാത്രം പറഞ്ഞത്, ഒരു നിലക്കുള്ള പ്രയാസവും ജീവിതത്തിൽ ഒരു കാലത്തും നബിയെ തങ്ങൾക്ക് ഉണ്ടാവില്ല. അതിന് കാരണം പറഞ്ഞത് എന്താ? ഖദീജ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഹ്യ് ലഭിക്കപ്പെടുന്നതിൻ്റെ മുമ്പ് തന്നെ ചെയ്തിരുന്ന ചില ചാരിറ്റി പ്രവർത്തനങ്ങൾ. ആദ്യമായി ഇന്നക ലതക്സിബുൽ മഅദൂം എന്നാണ്. ആരെടുത്ത് പോയാലും കിട്ടാത്ത എന്തെല്ലാം പ്രയാസങ്ങൾ, അമൂല്യമായ വസ്തുക്കളുണ്ടോ, അല്ലെങ്കിൽ അമൂല്യമായ സഹായങ്ങളോ സംരംഭങ്ങളൊക്കെ ഉണ്ടോ, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ നബിയെ തങ്ങൾക്ക് കഴിയുന്ന അതാണ്. അതും ഒരാളെടുത്ത് പോയാലും അത് ലഭിക്കപ്പെടില്ല, അത്രയും അമൂല്യമാണ്. അങ്ങനത്തെ വസ്തുക്കളെ നബിയെ തങ്ങൾ എന്ത് ചെയ്തിരുന്നു? അങ്ങനത്തെ സംഗതികളെ എല്ലാവർക്കും അതിനെ സമ്പാദിപ്പിച്ചു കൊടുത്തു നബിയെ തങ്ങൾ.
അതോടൊപ്പം സാമ്പത്തികമായും മറ്റും പ്രയാസത്തിൽ പിന്നോക്ക് നിൽക്കുന്ന ആളുകളെ അവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നബിയെ തങ്ങൾ അതിനുവേണ്ടി നബിയെ തങ്ങൾ പരിശ്രമിച്ചിരുന്നല്ലോ. അങ്ങനെ നബിയിലുണ്ടായിരുന്ന കുറേ നന്മകളാണ് ഖദീജ റളിയല്ലാഹു തആല അൻഹ എടുത്തു പറഞ്ഞത്. തുഖരി വൈഫ്, വിരുന്നുകാരെ സൽക്കരിക്കുക എന്നുള്ള ഒരു നല്ല സ്വഭാവം നബിയെ തങ്ങൾക്കുണ്ടല്ലോ. പ്രയാസപ്പെട്ട ഏത് കാര്യങ്ങൾ വന്നാലും അതിന് സഹായമായും കൊണ്ട് അവിടെ ഓടിയെത്തുക. കാരണം വലിയ ധൈര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റസൂലുള്ളാഹിൻ്റെ ധൈര്യത്തിനെ പറ്റി പറയലുണ്ട്, ഹദീസുകളിലൊക്കെ കാണാം. ഒരിക്കൽ മദീനത്ത് എന്തോ ശക്തമായ ഒരു ശബ്ദം ഉണ്ടായി, എന്തോ ഒരു പേടിപ്പെടുത്തുന്ന ഒരു ശബ്ദം. അപ്പോൾ ഈ ശബ്ദം ഉണ്ടായ സ്ഥലത്തേക്ക് ആദ്യം റസൂലുള്ള ആരെയും കൂട്ടാതെ ഒറ്റക്കാണ് അവിടെ എത്തിയത്. എല്ലാവരും വന്ന് നോക്കുമ്പോഴാണ് റസൂലുള്ള അവിടെ എത്തിയെന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ ആ നിലക്ക് അവർ നബിമാരാകുമ്പോൾ നബിമാർക്ക് ഉണ്ടാവേണ്ടതാണത്. അവർക്ക് വലിയ ശജാഅത്തുണ്ടാവും, അവർക്ക് ഉന്നതമായ സ്വഭാവങ്ങളായിരിക്കും. അത് പാരമ്പര്യമായി ലഭിക്കപ്പെടുന്ന സ്വഭാവങ്ങൾ ഉന്നത സ്വഭാവങ്ങളാവണം. അതുകൊണ്ടാണ് ഉയർന്ന കുടുംബത്തിൽ നിന്ന് അമ്പിയാക്കന്മാർ വരണം എന്ന് പറഞ്ഞത്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരമ്പരാഗതമായി ലഭിക്കപ്പെടുന്ന സ്വഭാവങ്ങൾ ശരീഅത്ത് വന്നിട്ടില്ലെങ്കിൽ തന്നെ. അപ്പോൾ ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് അവനിവിടെ ഒരു ശരീഅത്തൊന്നും ഇല്ലെങ്കിലും ചെയ്യേണ്ട സംഗതികളാണ് ഇതൊക്കെ. സാമ്പത്തികമായി പിന്നിൽ നിൽക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ആരോഗ്യകരമായി പിന്നിലുള്ള ആളുകൾ, അങ്ങനത്തെ വിദ്യാഭ്യാസപരമായി പിന്നിലുള്ള ആളുകൾ, അവരൊക്കെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കാം. അതിനെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക, മുൻനിരയിലേക്ക് അവരെത്തിക്കുക. അവർക്ക് അതിനാവശ്യമാവുന്ന ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അതിൻ്റെ മാർഗങ്ങൾ, ആ മാർഗങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. പ്രയാസപ്പെട്ട എന്ത് കാര്യങ്ങളും ജനങ്ങളിൽ ഉണ്ടാവണം, അതിന് മുന്നിൽ നിന്നുകൊണ്ട് അതിന് ജനങ്ങളെ സഹായിച്ചു കൊടുക്കാനും ആ ജനങ്ങൾക്ക് ആ സംഗതികൾ ചെയ്തു കൊടുക്കാനൊക്കെ മുൻനിരയിൽ നിന്ന് അതിന് വേണ്ടി പ്രവർത്തിക്കുക. മറ്റുള്ളതായ മാന്യതയുടെ സ്വഭാവങ്ങൾ മുഴുവൻ ഉണ്ടാവുക തന്നെ. ഇതൊക്കെ നബിയെ തങ്ങളിലുണ്ടല്ലോ. അങ്ങനത്തെ ഒരാൾക്ക് ഒരു കാലത്തും പരാജയം ഉണ്ടാവില്ല എന്നാണ് ഖദീജ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞത്. അപ്പം നമ്മളൊക്കെ എന്തുകൊണ്ടാണ് ഓരോരുത്തരും അവരവരുടെ മേഖലയിൽ പരാജയം ഇല്ലാത്തതെന്ന് ചോദിച്ചാൽ, പലരെ സംബന്ധിച്ച് പരിശോധിച്ച് നോക്കിയാലും ഇതുപോലുള്ള നന്മകളൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ മുതിരും. നമ്മൾക്ക് അതിൻ്റെ അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സംഘടനകൾക്കും അങ്ങനെ പല ചാരിറ്റി നടത്തുന്ന പല ചാരിറ്റികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ചില സംഘടനകളൊക്കെ, അത് വലിയ ഇപ്പോൾ SKSF ആയാലും അതുപോലെ തന്നെ SYS ആയാലും ഒക്കെ ഒരുപാട് ചാരിറ്റികൾ ഓരോ സംഘടനകളും നടത്തിക്കൊണ്ടിരിക്കുന്നു. വേറെ ചില സംഘടനകൾ വിദ്യാഭ്യാസപരമായി അതുമായിട്ട് അവർ നീങ്ങും. അങ്ങനെ ഓരോ മേഖലയും നമ്മൾ പരിശോധിച്ച് നോക്കിയാലും സമസ്ത കേരള ജമിയത്തുൽ ഉലമ വളരെ ഏറ്റവും വലിയതായ ഒരു സംഭാവനയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഏറ്റവും വലിയ സംഭാവന മനുഷ്യൻ്റെ ആ ഈമാനെ അത് ശരിപ്പെടുത്തുകയാണ് ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതോടുകൂടി വ്യത്യസ്തമാവുന്നതായ പല മാർഗങ്ങളിലേക്ക് ജനങ്ങൾ ചെന്നുപെട്ട് അവരെ ഈമാൻ തകരാറാവുക, അല്ലെങ്കിൽ അവരെ അമലുകൾ തകരാറാവുക, അല്ലെങ്കിൽ അവർക്കുള്ള സ്വഭാവങ്ങൾ. അപ്പോൾ സ്വഭാവം നന്നാക്കണ പണി സമസ്ത കേരള ജമിയത്തുൽ ഉലമക്കുണ്ട്. അതാണ് നമ്മളെ മദ്രസകളിലൊക്കെ സ്വഭാവത്തിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി പഠിപ്പിക്കുന്നത്. വെറും അമലുകളോട് മാത്രം ബന്ധപ്പെട്ടതല്ല, വിശ്വാസത്തോട് മാത്രം ബന്ധപ്പെട്ടതല്ല. അപ്പം ആ നിലക്ക് നമ്മളെ കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ നല്ല നിലക്ക് വളർത്തിയെടുക്കണമെങ്കിൽ അതിനാവശ്യമാവുന്ന നന്മകളൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം. അതാണ് സമസ്ത കേരള ജമിയത്തുലും അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും വലിയത് മനുഷ്യൻ്റെ ഈമാനെ ആ റസൂലുള്ളാഹിനെ പറ്റി പറഞ്ഞതുപോലെ അഹല്ല ഉമ്മത്തഹു ഫീ ഹിർസി മില്ലത്തിഹി എന്ന് പറഞ്ഞല്ലോ. ഒരു സിംഹം അതിൻ്റെ കുട്ടികൾക്ക് കാവൽ നിൽക്കുന്നത് പോലെ ഉമ്മത്തിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബിയുടെ ആ മില്ലത്താവുന്ന ആ സുരക്ഷിത വലയത്തിൽ ഇറക്കി നിർത്തിക്കൊണ്ടിട്ട് അതിന് കാവൽ നിൽക്കുകയാണ്. ആ പണിയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉമ്മത്തിൻ്റെ വിശ്വാസത്തിനോ കർമ്മങ്ങൾക്കോ സ്വഭാവങ്ങൾക്കോ എന്തെങ്കിലും മോശമായ സംഗതികൾ വന്നുകൂടുന്ന വല്ല മാർഗങ്ങളുണ്ടെങ്കിൽ അതിനെ തടുക്കുകയാണ് ചെയ്യുന്നത്. വിദ്യാർത്ഥികാർ വന്നപ്പോൾ അതിനെ തടുത്തു, തരീഖത്തുകാരെ തടുത്തു. അങ്ങനെ ഓരോന്നിനെയും തടുത്തുകൊണ്ട് യഥാർത്ഥ ദീൻ അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് സഹാബത്ത് പഠിച്ച്, സഹാബത്തിൽ നിന്ന് താബീങ്ങൾ പഠിച്ച്,
വിശുദ്ധമായ ഒരു പരമ്പരയിൽ കൂടിയാണ് നമുക്ക് ലഭിക്കപ്പെട്ടത്. മഹാന്മാരാവുന്ന, വിശുദ്ധന്മാരാവുന്ന, മഹത്തുക്കളാവുന്ന, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരാവുന്ന പണ്ഡിതന്മാർ. ആ പണ്ഡിതന്മാരിൽ കൂടിയാണ് നമുക്ക് ഈ ലഭിക്കപ്പെട്ടത്. അതാണ് വിശുദ്ധമായ പരമ്പര എന്ന് പറഞ്ഞത്. അപ്പോൾ അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമാണ് പ്രവാസി സെല്ല്. ജനങ്ങൾക്കുള്ള കാര്യങ്ങൾ അവരെ സാമ്പത്തികമായി അല്ലെങ്കിൽ അവർക്ക് മറ്റ് നിത്യജീവിതത്തിലേക്ക് പ്രയാസപ്പെടുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അവർക്കൊരു സഹായമാവട്ടെ എന്നുള്ളവർക്ക് ഏറ്റവും വലിയതായ ഒരു കാര്യമാണ് പ്രവാസി സെല്ല് ആലോചിച്ച് ഇവിടെ തീരുമാനിച്ചിട്ടുള്ളത്. അവൻ നടപ്പിൽ വരുത്തിയതും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിന് അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഇതുപോലെ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ബന്ധപ്പെട്ട ഓരോ സംഘടനകൾക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമുക്കൊക്കെ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മളൊക്കെ പ്രവർത്തനങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യട്ടെ. എല്ലാവിധ ഷർറുകളിൽ നിന്ന് നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും സംഘടനകളെയൊക്കെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് ഉയർത്താനും അതിൻ്റെ 100ാം വാർഷികം ഒരു സംഭവ ബഹുലമായ ഒരു വലിയ ചരിത്രമാക്കി തീർക്കാനും അതിനുവേണ്ട പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കാനൊക്കെ ഇഖ്ലാസോടുകൂടി ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.